കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. Confederation Zindabad! Confederation Zindabad! Confederation Zindabad! Jilla Sammel Zindabad! Jilla Sammel Zindabad! Jilla Sammel Zindabad! Jilla Sammel Zindabad! Rekta Sakshika Zindabad! Rekta Sakshika Zindabad! Rekta Padaga Zindabad! Rekta Padaga Zindabad! കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 8ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹോസ്തൃക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ PSC മുഖാന്തരം നിരന്തരം ഒഴിവുകളിൽ നിയമനം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ശ്രീമതി ടീച്ചർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഒരു വേക്കൻസി ഉണ്ടാകുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലോ ആരോഗ്യ വകുപ്പിലോ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട്. അധ്യാപകരുടെ മേഖലയിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് തൊഴിൽ അവസരം കൊടുക്കുന്ന UPSC ഒരു നോക്കുകുത്തിയാക്കി മാറിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങളുടെ പ്രഹരം നല്ലതുപോലെ ഏറ്റിട്ടും ആ പ്രഹരത്തിന്റെ ആഘാതം മനസ്സിലാക്കാൻ തയ്യാറാവാതെ വീണ്ടും കഴിഞ്ഞ 10 വർഷക്കാലം തുടർന്ന തികച്ചും തെറ്റായ ജനവിരുദ്ധമായ ജീവനക്കാർക്ക് അധ്വാനിക്കുന്നവർക്കെതിരായ നയമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ടി.കെ. ഗംഗാധരൻ അധ്യക്ഷനായി. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാജേന്ദ്രൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി KM.V. ചന്ദ്രൻ, FSCTU ജില്ലാ സെക്രട്ടറി K. ഹരിദാസ്, AIPRPA ജില്ലാ സെക്രട്ടറി A. ഗോപിനാഥ്, BSNLU ജില്ലാ പ്രസിഡന്റ് KV. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV. ശരത് സ്വാഗതവും ട്രഷറർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. NPS, UPS എന്നിവ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, NFPE, ISRO സ്റ്റാഫ് അസോസിയേഷൻ സംഘടനകളുടെ അംഗീകാരം പിൻവലിച്ച നടപടി റദ്ദു ചെയ്യുക, RMS ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, GDS ജീവനക്കാരെ സിവിൽ സർവന്റായി അംഗീകരിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അവതരിപ്പിച്ചു. കോൺഫെഡറേഷന്റെ പുതിയ ജില്ലാ സെക്രട്ടറിയായി NFPE-യിലെ PV. ശരത്തിനെയും പ്രസിഡന്റായി CPCRIA-യിലെ ലളിതാബായിയെയും ട്രഷററായി NFPE-യിലെ T. പ്രദീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.